വചനം 170. വ ഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും അവരോട്, ഇത്തബിഉ പിൻപറ്റുവിൻ, തുടരുവിൻ, മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിനെ, ഖാലു അവർ പറയും, ബൽ പക്ഷേ, നത്തബിഉ ഞങ്ങൾ പിൻപറ്റും, മാ യാതൊന്ന്, അൽഫൈന അലൈഹി അത് പ്രകാരം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ആബാഅന ഞങ്ങളുടെ പിതാക്കളെ, പൂർവീകന്മാരെ, അവലൗകാന ആയിരുന്നാലുമോ, ആബാഉഹും അവരുടെ പിതാക്കൾ, ലാ യഅഖിലൂന അവർ ഗ്രഹിക്കുകയില്ല, വലാ യഹ്തദൂൻ അവർ സന്മാർഗം പ്രാപിച്ചിരുന്നതുമില്ല. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഇല്ല, പക്ഷേ ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു പ്രകാരത്തിൽ കണ്ടെത്തിയോ അത് ഞങ്ങൾ പിൻപറ്റും. അവരുടെ പിതാക്കൾ യാതൊന്നും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കാതെയും സന്മാർഗം പ്രാപിക്കാതെയും ആയിരുന്നാലുമോ, അഥവാ എന്നിരുന്നാലും അവരെ തന്നെ പിൻപറ്റുമോ. വചനം 171. വമസലുല്ലദീന യാതൊരു കൂട്ടരുടെ ഉപമ, ഉദാഹരണം, കഫറു അവർ അവിശ്വസിച്ചു, കമസലില്ലദി യാതൊരുവന്റെ മാതിരിയാണ്, യൻഅഖു അവൻ ശബ്ദം അഥവാ ഒച്ചയിടുന്നു, ബിമാ ലാ യസ്മഉ കേൾക്കാത്തതിനോട്, കേട്ടറിയാത്തതിനോട്, ഇല്ലാ ദുആഅൻ ഒരു വിളിക്കുന്ന ശബ്ദമല്ലാതെ, വനിദാഅൻ ഒരു വിളിയും തെളിയും സംബോധനവും, സുമ്മുൻ ബദിരർ, ബുക്മുൻ ഊമകൾ, ഉമ്യുൻ അന്ധന്മാർ, ഫഹും അതിനാൽ അവർ, ലാ യഅഖിലൂൻ ഗ്രഹിക്കുകയില്ല. وَمَثَلُ الَّذِينَ كَفَرُوا كَمَثَلِ الَّذِي يَنْعِقُ بِمَا لَا يَسْمَعُ إِلَّا دُعَاءً وَنِدَاءً صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَعْقِلُونَ. അവിശ്വസിച്ചവരുടെ ഉദാഹരണം പറയുന്നതായാൽ, ഒരു വിളിയും തെളിയുമില്ലാതെ മറ്റൊന്നും കേട്ടറിയാത്തതിനോട് അഥവാ മൃഗത്തോട് ഒച്ചയിടുന്നവന്റെ മാതിരിയാണ്. അതെ, ബധിരന്മാർ, ഊമകൾ, അന്ധന്മാർ, അതിനാൽ അവർ ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുകയില്ല. 170, 171 എന്നീ വചനങ്ങളുടെ വിശദീകരണം. സത്യവും തെളിവും അന്വേഷിച്ചറിയുവാൻ തുനിയാതെയും അത് വിവരിച്ചു കൊടുത്താൽ സ്വീകരിക്കുവാൻ തയ്യാറില്ലാതെയും പൂർവികന്മാരുടെ വിശ്വാസാചാരങ്ങളെ അനുകരിച്ചു വരുന്ന സമ്പ്രദായത്തെക്കുറിച്ചുള്ള ആക്ഷേപമാണ് ആദ്യത്തെ വചനത്തിൽ കാണുന്നത്. അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക, അനുവദനീയമായ ചില വസ്തുക്കളെ നിഷിദ്ധമാക്കുക പോലെയുള്ള ദുർമാർഗങ്ങളെല്ലാം ആ സമ്പ്രദായത്തിൻ്റെ സന്തതികളാണല്ലോ. ഈ അന്ധമായ അനുകരണ രോഗം ബാധിച്ചവരെ സത്യോപദേശം നൽകി നേർമാർഗത്തിലേക്ക് വരുത്തുവാൻ സാധ്യമല്ലെന്ന് രണ്ടാമത്തെ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അവതരണഹേതു അന്നത്തെ മുശരിക്കുകളോ യഹൂദികളോ ആയിരുന്നു കൊള്ളട്ടെ, പൂർവികന്മാരെ അനുകരിക്കൽ സത്യത്തിൻ്റെ മാനദണ്ഡമായി കണക്കാക്കുന്ന സമ്പ്രദായം എല്ലാ കാലത്തും മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു മഹാവ്യാധിയാകുന്നു. അല്ലാഹുവും അവൻ്റെ റസൂലും കാണിച്ചു തരുന്നത് ഇന്നിന്ന പ്രകാരമാണ്, അതിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന് അവരോട് പറയപ്പെട്ടാൽ അക്കാലത്തുള്ള അവിശ്വാസികൾ പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെയായിരിക്കും എല്ലാവർക്കും പറയുവാനുള്ളത്. വാസ്തവത്തിൽ പൂർവികന്മാർ എങ്ങനെയായിരുന്നു എന്നല്ല, അല്ലാഹു നിയമിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നത്രേ നോക്കേണ്ടത്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു തന്നെയാണ് പൂർവികന്മാരുടെ നടപടിയെങ്കിൽ അതിൽ ആക്ഷേപിക്കുവാനൊന്നുമില്ല. അവരെ അതിൽ പിന്തുടരുന്നത് ആവശ്യവുമാണ്. നേരെ മറിച്ച് അല്ലാഹു നിയമിച്ചതും അവരിൽ നിന്നു ലഭിച്ച പാരമ്പര്യവും പരസ്പരം വ്യത്യസ്തമാണെങ്കിൽ അവർ സത്യം ഗ്രഹിച്ചിരുന്നില്ലെന്നും
അവർ സ്വീകരിച്ചു വന്ന മാർഗം ശരിയായിരുന്നില്ലെന്നുമുള്ളതിന് തെളിവാണത്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരുടെ പിതാക്കൾ യാതൊന്നും ഗ്രഹിക്കുകയാവട്ടെ, നേർമാർഗം പ്രാപിക്കുകയാകട്ടെ ചെയ്യാതിരുന്നാലും അവരെ തന്നെ പിൻപറ്റുകയോ അനുകരണത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും അടിയുറച്ച് സത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവർ തനി മൃഗതുല്യരാണെന്നാണ് 2-ാമത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. അവയെ മേക്കുന്നവൻ അവയെ വിളിക്കുകയോ തെളിക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ ശബ്ദം അവ കേൾക്കുന്നുവെന്നല്ലാതെ അവൻ പറയുന്നതെന്താണെന്നും ആ ശബ്ദമിടുന്നവൻ പറയുന്നതിൻ്റെ അർത്ഥവും സാരവും എന്താണെന്നും ആ മൃഗങ്ങൾക്കറിയുകയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവരുടെയും സ്ഥിതി. അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നവരുടെ ശബ്ദം കേൾക്കുകയല്ലാതെ അതിനപ്പുറമൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവരുടെ നാവിലൂടെ സത്യത്തിൻ്റെ വാക്കുകൾ പുറത്തു വരികയുമില്ല. കണ്ണുകൊണ്ട് നോക്കി സത്യാവസ്ഥ അവർ മനസ്സിലാക്കുകയുമില്ല. അതെ, സത്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ബധിരന്മാരും ഊമകളും അന്ധന്മാരുമായിരിക്കും എന്ന് സാരം.